ചരിത്രം ചിലപ്പോഴൊക്കെ അത്യന്തം കൗതുകകരമായ വഴിത്തിരിവുകളിലൂടെയാണ് സഞ്ചരിക്കാറുള്ളത്. സ്വന്തം ഭൂതകാലത്തെയും സാംസ്കാരിക വേരുകളെയും പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഒരു പുതിയ സ്വത്വം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ഒരു രാജ്യം പെട്ടെന്നൊരു ദിവസം തങ്ങളുടെ പുരാതന പൈതൃകത്തെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ അതിനു പിന്നിൽ കേവലം ഒരു ചരിത്രാന്വേഷണം മാത്രമല്ല ഉള്ളതെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അന്താരാഷ്ട്ര ഭൗമ രാഷ്ട്രീയ നിരീക്ഷകരെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും അതേസമയം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പതിറ്റാണ്ടുകളായി തങ്ങളുടെ ഇസ്ലാമിക സ്വത്വത്തിന് മാത്രം പരമമായ പ്രാധാന്യം നൽകുകയും ഇസ്ലാമിന് മുൻപുള്ള ചരിത്രത്തെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായുള്ള നാഗരിക ബന്ധങ്ങളെയും വിസ്മരിക്കാൻ ബോധപൂർവം ശ്രമിക്കുകയും ചെയ്ത ഇസ്ലാമാബാദ് ഇപ്പോൾ തങ്ങളുടെ നിലപാടുകളിൽ വലിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. തങ്ങളുടെ മണ്ണിൽ ഉദയം ചെയ്ത സിന്ധു നദീതട നാഗരികതയെയും അതിൻ്റെ വിശാലമായ സാംസ്കാരിക വേരുകളെയും ലോകവേദികളിൽ ഉയർത്തിക്കാട്ടാൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങൾ കേവലമൊരു അക്കാദമിക് മാറ്റമല്ല, മറിച്ച് ഇന്ത്യയുമായുള്ള ജലയുദ്ധത്തിൽ പ്രയോഗിക്കാനുള്ള കൃത്യമായ ഒരു തന്ത്രപരമായ നീക്കമാണത്. ഈ സാംസ്കാരിക മാറ്റത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് പാകിസ്ഥാനിലെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ലാഹോർ യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെൻറ്റ് സയൻസസിൽ അടുത്തിടെ ആരംഭിച്ച സംസ്കൃത കോഴ്സുകൾ. വിഭജനത്തിന് ശേഷം ആദ്യമായാണ് പാകിസ്ഥാനിലെ ഒരു പ്രമുഖ സർവകലാശാലയിൽ ഔദ്യോഗികമായി സംസ്കൃതം ഒരു കോഴ്സായി പഠിപ്പിച്ചു തുടങ്ങുന്നത്. ഇതിന് പിന്നാലെ മഹാഭാരതവും ഭഗവത്ഗീതയും ഉൾപ്പെടെയുള്ള പുരാതന ഗ്രന്ഥങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. സംസ്കൃതം എന്നത് ഒരു വിദേശ ഭാഷയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ മാത്രം ഭാഷയോ ആണെന്ന ഇടുങ്ങിയ ചിന്താഗതി പാകിസ്ഥാൻ ഉപേക്ഷിക്കണമെന്നാണ് ഈ കോഴ്സിന് നേതൃത്വം നൽകുന്ന പ്രൊഫസർമാർ പരസ്യമായി ആവശ്യപ്പെട്ടത്. കാലങ്ങളായി ഇന്ത്യയുമായി നിലനിൽക്കുന്ന കാശ്മീർ തർക്കത്തിനും ഭീകരവാദ ആരോപണങ്ങൾക്കുമിടയിൽ പാകിസ്ഥാൻ പെട്ടെന്ന് ഇത്തരമൊരു നയതന്ത്ര സാംസ്കാരിക മാറ്റത്തിന് മുതിർന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിടക്കുന്നത് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിലും അതിനെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച കടുത്ത നിലപാടുകളിലുമാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ രൂപീകരണവും അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയും പരിശോധിച്ചാൽ മാത്രമേ ഈ സാംസ്കാരിക മാറ്റത്തിൻ്റെ വ്യാപ്തി പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ പുറത്താണ് 1947 പാകിസ്ഥാൻ ജന്മമെടുക്കുന്നത്. പിൽക്കാലത്ത് പ്രത്യേകിച്ച് ജനറൽ മുഹമ്മദ് സിയാ ഉൽ ഹക്കിൻ്റെ കടുത്ത ഇസ്ലാമികവൽക്കരണ ഭരണകാലത്ത് ഈ സ്വത്വം ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക നയമായി മാറുകയായിരുന്നു. ക്രിസ്തുവർഷം 711 ഉമയ്യദ് ഖിലാഫത്തിൻ്റെ പ്രതിനിധിയായി മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് പ്രവിശ്യ കീഴടക്കിയതോടെയാണ് പാകിസ്ഥാന്റെ ചരിത്രം ആരംഭിക്കുന്നത് എന്ന രീതിയിലാണ് അവിടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിച്ചിരുന്നത്. അതിനു മുൻപുള്ള 5000-ലധികം വർഷത്തെ സിന്ധു നദീതട നാഗരികതയോ ബുദ്ധമത ഹിന്ദു പൈതൃകങ്ങളോ പാകിസ്ഥാന്റെ ഔദ്യോഗിക ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിച്ചിരുന്നില്ല. ഇന്ത്യയുമായുള്ള തങ്ങളുടെ സാംസ്കാരിക ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കാനും ഒരു മധ്യപൂർവേഷ്യൻ അല്ലെങ്കിൽ അറബിക് സ്വത്വം കെട്ടിപ്പടുക്കാനുമായിരുന്നു അവിടുത്തെ ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതോടെ കേവലം 8-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്ന ഇസ്ലാമിക ചരിത്രം മാത്രം പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ സിന്ധു നദിക്ക് മേലുള്ള തങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഇസ്ലാമാബാദ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാന്റെ ജനസംഖ്യയുടെയും കൃഷിയുടെയും പതാകവാഹകരായ സിന്ധു നദി ഒഴുകുന്നത് ഇന്ത്യയിലൂടെയാണ്. ജിയോ പൊളിറ്റിക്കൽ മുൻഗണനകൾ മാറുമ്പോൾ കേവലം മതപരമായ സ്വത്വം കൊണ്ട് മാത്രം ഒരു നദിയുടെ മേലുള്ള സ്വാഭാവിക അവകാശം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വാദിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം പാകിസ്ഥാനെ പുനർചിന്തനത്തിന് പ്രേരിപ്പിച്ചിരിക്കുകയാണ്. സ്വന്തം മണ്ണിലെ പുരാതന അവശിഷ്ടങ്ങളും ലിപികളും തങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ പാകിസ്ഥാനെ എത്തിച്ചിരിക്കുന്നത്. ഈ പുതിയ നാഗരിക അവകാശവാദങ്ങളുടെ ഭാഗമായാണ് ലാഹോറിലെ സംസ്കൃത പഠനത്തെയും പുരാതന ചരിത്രാന്വേഷണങ്ങളെയും നാം കാണേണ്ടത്. സിന്ധു നദീതട നാഗരികതയുടെ എഴുത്തുകളും സംസ്കാരവും രൂപപ്പെട്ടത് തങ്ങളുടെ മണ്ണിലാണെന്നും ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കൃത വ്യാകരണ പണ്ഡിതനായ പാണിനിയുടെ ജന്മദേശം ഇവിടുത്തെ പുരാതന ഗ്രാമങ്ങളിലൊന്നാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാംസ്കാരികമായ ഒരു വലിയ പ്രതിരോധം തീർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. സംസ്കൃതം എന്നത് ഇന്ത്യയുടെയോ ഹിന്ദുക്കളുടെയോ മാത്രം ഭാഷയല്ല, മറിച്ച് ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ പൊതുവായ പൈതൃകത്തിൻ്റെ ഭാഗമാണെന്നും അതിൽ തങ്ങൾക്കും തുല്യ അവകാശമുണ്ടെന്നുമുള്ള വാദം അവർ ആഗോളതലത്തിൽ ഉയർത്തുന്നു. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ വിഭജനകാലം മുതൽ ആരും തൊടാതെ കിടക്കുന്ന അമൂല്യമായ സംസ്കൃത ഗ്രന്ഥശേഖരങ്ങൾ പഠന വിധേയമാക്കാൻ പ്രാദേശിക സ്കോളർമാരെ വളർത്തിയെടുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് അക്കാദമിക് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ പ്രബുദ്ധരായ ബുദ്ധിജീവികളും ഒരു വിഭാഗം യുവജനങ്ങളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുമ്പോൾ രാജ്യത്തിനുള്ളിൽ തന്നെ വലിയ ആഭ്യന്തര ചർച്ചകളും എതിർപ്പുകളും ഉയരുന്നുണ്ട്. പാകിസ്ഥാന്റെ സംസ്കാരം പേർഷ്യൻ അറബിക് പൈതൃകങ്ങളിലായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും വിഭജനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ തകിടം മറിക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും കടുത്ത യാഥാസ്ഥിതിക വിഭാഗങ്ങൾ വാദിക്കുന്നു. ഉറുദു ഭാഷയുടെ വികാസത്തിൽ സംസ്കൃതത്തിനുള്ള പങ്കും സൂഫി കവികളിൽ ഈ ഭാഷയുടെ സ്വാധീനവും ചൂണ്ടിക്കാണിച്ചാണ് പ്രൊഫസർമാർ ഈ എതിർപ്പുകളെ പ്രതിരോധിക്കുന്നത്.
അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ ഇമേജ് മെച്ചപ്പെടുത്താനും ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളെ അന്താരാഷ്ട്ര കോടതികളിൽ ചെറുക്കാനും ഈ സാംസ്കാരിക മാറ്റം അത്യന്താപേക്ഷിതമാണെന്ന നിലപാടിലാണ് പാകിസ്ഥാനിലെ സിവിൽ സൈനിക ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാശ്മീരിലെ പഹൽഗാമിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ നടന്ന ദാരുണമായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിയത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ നിരന്തരമായ അതിർത്തി കടന്നുള്ള ക്രൂരതയ്ക്ക് മറുപടിയായി പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനത്തിന്റെ പ്രതീകമായി നിലനിന്നിരുന്ന സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാൻ ന്യൂഡൽഹി തീരുമാനിക്കുകയായിരുന്നു. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകാൻ കഴിയില്ലെന്ന മുൻ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യ എടുത്ത ഈ കടുത്ത തീരുമാനം ഇസ്ലാമാബാദിനെ ഞെട്ടിച്ചു. സിന്ധു നദീവ്യൂഹത്തിന്റെ പ്രധാന നദികളിൽ ജലപ്രവാഹം നിയന്ത്രിക്കാനും അണക്കെട്ടുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാനുമുള്ള ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. കാരണം പാകിസ്ഥാന്റെ കൃഷിയും സമ്പദ് വ്യവസ്ഥയും 90% ആശ്രയിക്കുന്നത് സിന്ധു നദിയിലെ വെള്ളത്തെയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദങ്ങളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ ചരിത്രത്തെ തന്നെ ഒരു പുതിയ ഭൗമരാഷ്ട്രീയ ആയുധമാക്കാൻ തീരുമാനിച്ചത്. 1960 ഒപ്പുവെച്ച സിന്ധു നദീജല കരാറിൽ ഇന്ത്യ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെടുമ്പോൾ അതിലെ കേവലം ഒരു നിയമപരമായ തർക്കമായി മാത്രം കാണാതെ ഒരു നാഗരിക തർക്കമായി മാറ്റാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ജലനിയന്ത്രണം തങ്ങളുടെ ജനതയ്ക്ക് നേരെയുള്ള വലിയൊരു മാനുഷിക പ്രതിസന്ധിയായി ചിത്രീകരിക്കാൻ അവർ ആഗോളതലത്തിൽ വലിയ PR ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഈ പ്രതിരോധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് അവരുടെ പുതിയ ചരിത്രപരമായ അവകാശവാദങ്ങളാണ്. പാകിസ്ഥാന്റെ ഈ നാഗരിക പ്രതിരോധത്തിന് ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യത നൽകുന്നതിൽ പാശ്ചാത്യ നയതന്ത്രജ്ഞരുടെ സന്ദർശനങ്ങളും അതുപോലെ പ്രസ്താവനകളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സമീപകാലത്ത് പാകിസ്ഥാനിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ തിമോത്തി കെയ്ൻ ബുദ്ധമത ഗാന്ധാരൻ സംസ്കാരത്തിന്റെ കേന്ദ്രമായ ടാക്സില സന്ദർശിച്ച ശേഷം പാകിസ്ഥാന്റെ സവിശേഷവും സമ്പന്നവുമായ പുരാതന പൈതൃകത്തെ പരസ്യമായി പ്രശംസിക്കുകയുണ്ടായി. മേഖലയിലുടനീളമുള്ള ആളുകളെയും ആശയങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പഠന കേന്ദ്രമായാണ് ടാക്സില നിലകൊണ്ടിരുന്നതെന്നും അത് പാകിസ്ഥാന്റെ സവിശേഷതയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തൊട്ടുപിന്നാലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയറ്റ് UK സാംസ്കാരിക സംരക്ഷണ ഫണ്ട് വഴി പാകിസ്ഥാന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനായുള്ള ധനസഹായത്തിന്റെ 1ാം ഘട്ടം പ്രഖ്യാപിക്കുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ സാംസ്കാരിക പിന്തുണയെ തങ്ങൾക്ക് അനുകൂലമായ ഒരു നയതന്ത്ര ആയുധമാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. തങ്ങൾ കേവലം ഒരു മതമൗലിക രാജ്യമല്ലെന്നും ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഒരു നാഗരികതയുടെ അവകാശികളാണെന്നും പാശ്ചാത്യ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഇസ്ലാമാബാദ് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയുടേത് ഒരു ഏകപക്ഷീയ നടപടിയാണെന്ന് വരുത്തി തീർക്കാനും പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റാനും ഈ സാംസ്കാരിക പൈതൃക പ്രദർശനം അവരെ സഹായിക്കുന്നുണ്ട്. സിന്ധു നദിയിലെ വെള്ളത്തെ ചൊല്ലിയുള്ള പോരാട്ടത്തിൽ ഈ സാംസ്കാരിക ആഖ്യാനം എങ്ങനെയാണ് ഒരായുധമായി മാറുന്നത് എന്നത് സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയിലും ഇന്ത്യയുടേത് ജലത്തിന്റെ ആയുധവൽക്കരണം ആണെന്ന് വരുത്തി തീർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി തലവനായ ബിലാവൽ ഭൂട്ടോ സർദാരി ഉൾപ്പെടെയുള്ള നേതാക്കൾ മോഹൻജദാരോയെയും സിന്ധു നദിയുടെ നാഗരികതയും നേരിട്ട് പരാമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇതിന്റെ വ്യക്തമായ തെളിവാണ്. സിന്ധു നദിയുടെ യഥാർത്ഥ സംരക്ഷകരും അതിൻ്റെ ശരിയായ പൈതൃകാവകാശികളും തങ്ങളാണെന്ന് സ്ഥാപിക്കാനാണ് ഈ പുരാതന ചരിത്രത്തെ അവർ കൂട്ടുപിടിക്കുന്നത്. സിന്ധു നദിയിലെ വെള്ളത്തിന്മേലുള്ള തങ്ങളുടെ അവകാശം കേവലം 1960 ഒരു ഉടമ്പടി മാത്രം ഒതുങ്ങുന്നതല്ലെന്നും 5000 വർഷത്തെ നാഗരികതയുടെ പാരമ്പര്യ പൈതൃകാവകാശമാണെന്നും ആഗോള സമൂഹത്തിന് മുന്നിൽ സ്ഥാപിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണിത്. ചരിത്രത്തെയും സംസ്കാരത്തെയും ഭൗമ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി പുനർവ്യാഖ്യാനം ചെയ്യുന്നത് പുതിയൊരു കാര്യമല്ലെങ്കിലും പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇത് തികച്ചും വിരോധാഭാസം നിറഞ്ഞ ഒന്നാണ്. കാരണം ഏത് നാഗരികതയെയും സംസ്കാരത്തെയും നിഷേധിച്ചാണോ അവർ ഒരു പ്രത്യേക രാജ്യം രൂപീകരിച്ചത്, അതേ നാഗരികതയുടെയും വേരുകളിലേക്ക് തന്നെ അവർ ഇന്ന് അഭയം പ്രാപിക്കേണ്ടി വന്നിരിക്കുന്നു. ഇന്ത്യയുടെ കർശനമായ നയതന്ത്ര സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തങ്ങളുടെ പക്കലുള്ള അവസാനത്തെ കാർഡും പ്രയോഗിക്കുകയാണ് ഇസ്ലാമാബാദ്. വരും നാളുകളിൽ ഈ സാംസ്കാരിക ആഖ്യാന യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഭൗമ രാഷ്ട്രീയ പോരാട്ടത്തെ ഏത് ദിശയിലേക്ക് നയിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ്. സ്വന്തം നിലനിൽപ്പിനായി ചരിത്രത്തെ കൂട്ടുപിടിക്കുന്ന പാകിസ്ഥാന്റെ ഈ നയതന്ത്ര നീക്കം അവരെ സ്വന്തം ഭൂതകാലത്തോട് കൂടുതൽ അടുപ്പിക്കുമോ അതോ ഇതൊരു താൽക്കാലിക പ്രതിരോധ തന്ത്രം മാത്രമായി അവശേഷിക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ടതുണ്ട്. എന്തായാലും വെള്ളം കൂടി മുട്ടിയപ്പോൾ പാകിസ്ഥാൻ നടത്തിയ ഈ യു-ടേൺ തെളിയിക്കുന്നത് ഭൗമ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ പ്രത്യയശാസ്ത്രങ്ങൾക്കും കടുത്ത നിലപാടുകൾക്കും വലിയ സ്ഥാനമില്ല എന്ന് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.